എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് 3 എനിക്ക് അറിഞ്ഞുകൂടാത്തത് 4 ആകാശത്ത് കഴുകന്റെ വഴിയും, പാറമേൽ സർപ്പത്തിന്റെ വഴിയും, സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും, കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ. യാക്കയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങളാണ് സദൃശ്യവാക്യങ്ങൾ 30. ഇന്നത്തെ കാലത്ത് അതിവിസ്മയമായി തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രകൃതിയിലാണെങ്കിലും, കൺസ്ട്രക്ഷനിലാണെങ്കിലും, ടെക്നോളജിയിലാണെങ്കിലും, എല്ലാ മേഖലയിലും അതിവിസ്മയമായത് ഒത്തിരിയുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്ത അതിലേറെയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാ പ്രേരിതനായ ഒരു മനുഷ്യൻ പറയുന്നു, എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് 3 കാര്യങ്ങളാണ്. അത് ആകാശത്ത് കഴുകന്റെ വഴി, ആത്മമണ്ഡലത്തിൽ ഒരു വിശ്വാസിയുടെ വഴി, പാറമേൽ സർപ്പത്തിന്റെ വഴി, പിശാചിന്റെ കുതന്ത്രങ്ങൾ, സമുദ്രമധ്യേ കപ്പലിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സഭയുടെ നീക്കം, ചലനം, കന്യകയോടുകൂടെ പുരുഷന്റെ വഴി, തൻ്റെ മണവാട്ടിയോടുള്ള ആത്മമണാളനായ ക്രിസ്തുവിൻ്റെ വഴി. അത്ഭുതകരമാണ്. നമുക്കറിയാം, വിശ്വാസിയുടെ പ്രതീകമാണ്, സിമ്പലാണ് കഴുകൻ എന്ന് പറയുന്നത്. എത്ര താഴ്ത്താൻ നോക്കിയാലും, എത്ര ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങാത്തവനാണ് വിശ്വാസി. നിങ്ങൾക്ക് എഴുതി തള്ളാൻ കഴിയാത്തവനാണ് വിശ്വാസി. അവനൊരു സാധാരണക്കാരനല്ല. പൗലോസ് തൻ്റെ വിശ്വാസികളോട് എഴുതുക, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു, സാധാരണ മനുഷ്യരെ പോലെ നിങ്ങൾ പെരുമാറുന്നു. കണ്ടോ, ഒരു വിശ്വാസി അസാധാരണക്കാരനാണ്, അതിശയമായി തിരിച്ചു വരുന്നവനാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആർക്കും പറയാൻ പറ്റുകയില്ല, ദൈവം അറിയുന്നു. ആഴാൻ വേണ്ടി വീഴുന്നവനാണ് വിശ്വാസി. ആത്മീയം നേടാൻ ഭൗതിക മണ്ഡലത്തിൽ ഒരു വീഴ്ച ഉണ്ടായിരുന്നിരിക്കും, ജ്ഞാനം നേടാൻ മണ്ഡത്തിൽ സംഭവിച്ചെന്നിരിക്കും, വിശുദ്ധി നേടാൻ അശുദ്ധ മണ്ഡലങ്ങളിൽ തകർന്നു പോയെന്നിരിക്കും. പക്ഷേ എഴുതിത്തള്ളരുത്, കാരണം അവൻ്റെ അകത്തുള്ള വിത്ത് ദൈവത്തിൻ്റെ വിത്താണ്. അവൻ തിരിച്ചു വരും, കഴുകനെ പോലെ ചിറകടിച്ച് കയറും. അവൻ ഉയരത്തിലേക്ക് പറക്കും. കാറ്റോ പ്രതികൂലങ്ങളോ അവനെ ബാധിക്കുകയില്ല. അവൻ കാണേണ്ടത് കാണും, അവൻ എത്തേണ്ടിടത്തെത്തും. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവൻ്റെ ഏറ്റവും വലിയ പരാജയം എന്താണ്? അവൻ്റെ പേരിൻ്റെ കൂടെ ഉണ്ട് വിശ്വാസി എന്നല്ലേ പേര്. അവിശ്വാസമാണ് നിന്റെ പ്രശ്നം, അവിശ്വാസമാണ് നിന്റെ ശത്രു. അവിശ്വാസത്തിലേക്ക് വീണുപോയാൽ തനിയെ കരകയറാൻ പറ്റുകയില്ല. പക്ഷേ ഈ വിശ്വാസം തന്ന ഒരാളുണ്ടല്ലോ, അയാൾ നിന്നെ കരകയറ്റും. മോശ വാഴാൻ നോക്കി, 40-ാമത്തെ വയസ്സിൽ വീണുപോയി. പിന്നെ മരുഭൂമിയിൽ നമ്മുടെ ഭാഷ പറഞ്ഞ ഇങ്ങനെ നിരങ്ങി നടക്കുക. പക്ഷെ കർത്താവിൻ്റെ സമയമായപ്പോൾ ദൈവം ഒരു കാഴ്ച കാണിച്ചു, കത്തുന്ന മുൾപടർപ്പ്. ഒരു പിക്ചർ കാണിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്നത് 1000 വാക്കുകളെക്കാൾ ഒരു പടം കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ 1000 വാക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ദൈവം ഒരു പിക്ചർ കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു, കത്തുന്ന മുൾപ്പടർപ്പ്. അതാരാണ്? ഈ മോശ തന്നെയാണ്. എങ്ങനെ അറിയാം? മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങളുടെ പേരെന്താണ്? ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. തിരിച്ച് മോശയോട് നമ്മൾ ചോദിച്ചേ, മോശ നിന്റെ പേരെന്താണ്? ഞാൻ ആകുന്നവൻ ഞാൻ അല്ലാത്തവൻ. അതാണ് മോശ. ഐഡന്റിറ്റി നഷ്ടപ്പെട്ട മനുഷ്യൻ, ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന മനുഷ്യൻ. അവനോട് ദൈവം പറയാണ്, നോക്ക, നീയാണിത്, ഈ കത്തുന്ന മുൾപ്പടർപ്പ് നീയാണ്. എത്ര തീ കത്തിക്കോട്ടെ, മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന പോലെ നിന്റെ മേലുള്ള എൻ്റെ വിളി പോകുന്നില്ല. വിശ്വാസത്തെ കത്തിക്കാൻ തീക്ക് കഴിയുകയില്ല. പുറപ്പെട്ടോളാൻ. കണ്ടോ, കഴുകനെ പോലെ ചിറകടിച്ച് കയറി. പിന്നീട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കഴുകന്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? ഹല്ലേലൂയ. പിന്നീട് നമ്മൾ കാണുന്നത് പാറമേൽ സർപ്പത്തിന്റെ വഴി. അത് അതിവിസ്മയം തന്നെയല്ലേ? പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ പത്രോസാകാൻ ഒത്തിരി കടമ്പകൾ കടന്നു. കർത്താവിൻ്റെ കൃപയാൽ യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ ഈ മനുഷ്യൻ വെളിപ്പാട് പ്രാപിക്കുകയും കർത്താവ് അവനെ
പത്രോസ് എന്ന് വിളിക്കുകയും ചെയ്തു. ബറിയോനാ ശിമോനെ, ജലരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ പാറമേൽ സർപ്പത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ വെളിപ്പാടിനെ കോട്ടിക്കളയുന്ന ശക്തി, വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന മണ്ഡലം. അത് അതിവിസ്മയമല്ലേ? കാരണം വചനം ദൈവമാണ്. അവനെ വചനത്തെ കയറി തൊടാൻ ദൈവം അനുവദിച്ചിരിക്കുക. ഏദൻ തോട്ടം മുതൽ ഇന്ന് വരെ അത് തന്നെയാണ് അവൻ്റെ പരിപാടി. ദൈവം പറയുന്നു നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ഇവൻ പറയുന്നു നിങ്ങൾ തിന്നണം, തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. എന്താണ് അതിൽ? ചുമ്മാ അങ്ങ് പറയല്ല. ചുമ്മാ ഒരു കാര്യം വന്നിട്ട് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമോ? ഇല്ല. പിന്നെയോ 500 അതേപോലെ ഇരിക്കുന്ന അതേ പ്രിൻ്റുള്ള ഒരു കള്ളനോട്ട് വരുമ്പോഴാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. അപ്പോൾ വചനവുമായിട്ട് സാമ്യമുള്ള ദൈവം പറഞ്ഞതാണെന്ന് തോന്നിക്കുന്ന കണക്കുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ പോലെ ആകും. സത്യമാണ്, നന്മതിന്മകളെ അറിയുന്നവരായി. പക്ഷെ അത് ചതിയാണെന്ന് തിന്നു കഴിഞ്ഞാൽ അറിയുന്നത്. കാരണം നിങ്ങളിപ്പോൾ നന്മതിന്മകളെ അറിയേണ്ടവരായിരുന്നില്ല, ജീവനെ അറിയേണ്ടവരായിരുന്നു. ജീവനെ അറിഞ്ഞു കഴിഞ്ഞ് അറിയേണ്ടതായിരുന്നു നന്മതിന്മകളെ അറിയുന്ന വിഷയം. അപ്പോൾ ഓർഡർ അങ്ങ് തെറ്റിച്ചു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വേറൊരു യേശുവിനെ ഇപ്പോൾ പ്രസംഗിക്കുന്നു, വേറൊരു സുവിശേഷം പറയുന്നു, വേറൊരു ആത്മാവ് വരുന്നു. കണ്ടോ? ഒറിജിനൽ ക്രിസ്തു ഉണ്ട്, ദേ ഡ്യൂപ്ലിക്കേറ്റ് വന്നു. ഒറിജിനൽ സുവിശേഷം ഉണ്ട്, ദേ ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം. ഒറിജിനൽ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, ദേ ഇവിടെ വ്യാജത്തിൻ്റെ ആത്മാവ്. യേശുവിൻ്റെ വന്നുവൻ തിന്നാൻ പറയുന്നു, ചാടാൻ പറയുന്നു, വീഴാൻ പറയുന്നു. ഇന്നും അത് തന്നെ. തിന്നാൻ പറയും, അവൻ തരുന്ന വചനം തിന്നാൻ പറയും. ചാടാൻ പറയും. ചാടാൻ പറയുന്ന വചനം കോട്ടിയതാ പറയുന്നത്. 91 സങ്കീർത്തനത്തിൽ നിന്ന് എടുത്താ പറയുന്നത്. ആരോടാ പറയുന്നത്? വചനത്തോടെ. അപ്പോൾ അവൻ്റെ ചങ്കൂറ്റൊന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതിവിസ്മയമായിട്ട് തോന്നേണ്ട ഒരു കാര്യമാണ്, അതിഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. സാത്താൻ്റെ ദൈവം അങ്ങനെ അനുവദിച്ചിരിക്കുന്നു. എന്തിന്? നമ്മളുടെ സ്പിരിച്വൽ മസിൽസ് ബലമാകാൻ. നമ്മൾ തെളിയിക്കണം, നമ്മൾ അവനെ കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ തിന്നേണ്ടതേ തിന്നും, ഞങ്ങൾ ചാടേണ്ടടുത്തേ ചാടും, ഞങ്ങൾ മുട്ടുകുത്തേണ്ടടുത്തേ മുട്ടുകുത്തും. അവിടെ അവൻ്റെ പരിപാടി പൂട്ടുകയാണ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഉണ്ടെങ്കിൽ ഇവനെ ജയിക്കാം. പിന്നീട് പറയുന്നു സമുദ്രമധ്യേ കപ്പലിൻ്റെ വഴി. അത് അതിവിസ്മയമാണ്. ഇന്ന് നമുക്ക് സാറ്റലൈറ്റ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, ടെക്നോളജീസ് ഉണ്ട്. എന്നിട്ട് തന്നെ കടലിൻ്റെ വിശാലതയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. കൊടുങ്കാറ്റിൽ സിഗ്നൽ കിട്ടാത്തപ്പോൾ, കടലിളകുമ്പോൾ അവർ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കടലെന്ന് പറയുന്ന, സമുദ്രമെന്ന് പറയുന്ന ഈ ലോകത്തിൽ സഭയുടെ വഴി. അവിടെയും 2 കാര്യങ്ങളാണ് സഭയ്ക്ക് വേണ്ടത്. എന്താണ്? തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭ. അതിൻ്റെ കൂടെ തന്നെ ആ പുസ്തകത്തിൽ തന്നെ പറയുന്നു, ചില മനുഷ്യർ നല്ല മനസാക്ഷി വിട്ടുകളഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ സത്യം വിട്ടുകളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. കുടുംബങ്ങളാണെങ്കിലും സഭകളാണെങ്കിലും നല്ല മനസാക്ഷി പോയാൽ തകർന്നു പോകും. വിശ്വാസ കപ്പൽ തകർന്നുപോയി. വിശ്വാസ കപ്പൽ തകർന്നുപോയി എങ്ങോട്ടാണ് വീഴുന്നത്? കടലിലാണ് വീഴുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലോട്ടാണ് വീഴുന്നത്. യേശു കർത്താവ് മുഖാന്തരം ലോകോളമായി. പക്ഷെ ലോകം അവനെ അറിഞ്ഞില്ല. എന്തുകൊണ്ട്? വിശ്വാസത്തെ ലോകത്തിന് മനസ്സിലാകത്തില്ല. യേശു കർത്താവ് വിശ്വാസത്തിൻ്റെ ജീവിതമാണ് പറയുന്നത്. പക്ഷെ ലോകം പറയുന്നത് പണത്തിൻ്റെ ജീവിതമാണ്. പണം കയ്യിലുണ്ടെങ്കിൽ, ദ്രവ്യം കയ്യിലുണ്ടെങ്കിൽ, റിസോഴ്സസ് കയ്യിലുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മാമോനെയും അല്ലെ പണത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ കഴിയില്ല. ചില സമയത്ത് ചില ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഭയ്ക്കായാലും കുടുംബങ്ങൾക്കായും വരുത്തുന്നത് എന്തിനാണ്? ഈ ഒരു ഭാഗ്യം തരാനാണ്. ദൈവം തന്നെ നമ്മുടെ പ്രൊവിഷനും പ്രൊവൈഡറും പ്രൊട്ടക്ടറും, നമ്മുടെ കരുതുന്നവനും കാക്കുന്നവനും പരിപാലകനുമാകാൻ, അവൻ തന്നെ നമ്മുടെ കർത്താവാകാൻ, ആ ഒരു നല്ല മനസാക്ഷി തരാൻ, സത്യമുള്ളവരായി ജീവിപ്പാൻ, ദൈവത്തോടും മനുഷ്യരോടും സത്യമുള്ളവരായി ജീവിപ്പാൻ, അകത്തും പുറത്തും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സത്യമുള്ളവരായിരിക്കാൻ കർത്താവ് സഭയെ നടത്തുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, സഭയെ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? കപ്പൽ നേരിടുന്ന വെല്ലുവിളികൾ കാറ്റാണ്, കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റിൽ കപ്പൽ വഴിമാറിപ്പോകും. ഏത് ദിക്കിലേക്കാണ് പോകുന്നതെന്ന് പിടികിട്ടില്ല. പക്ഷെ എത്ര വലുതാണെങ്കിലും
അമരക്കാരെ ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ നേർദിക്കിലേക്ക് നയിക്കുന്നു. അപ്പോൾ സഭയുടെ തല ക്രിസ്തുവാണ്, അരുളപ്പാടിലുള്ള വചനമാണ് എന്നുള്ള വിവേകത്തിലേക്ക് വന്നില്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ച് ദിക്കറിയാതെ തോളും. എത്ര വലിയ സഭയാണേലും ചെറിയ സഭയാണേലും. പക്ഷെ അമരക്കാരനായിട്ട് ക്രിസ്തു തന്നെ ഉണ്ടെങ്കിൽ ഒരു വാക്ക് മതി, ചെറിയ ചുക്കാൻ. അത് നേർദിക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മളെ എത്തിക്കും. 4ാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിവിസ്മയമെന്നല്ല പറയുന്നത്. ഈ 3 വിഷയങ്ങളും അതിവിസ്മയമാണ്. 4ാമത്തത് അറിഞ്ഞുകൂടാ, കന്യകയോടുകൂടെ പുരുഷന്റെ വഴി. അതുകൂടെ വരുമ്പോൾ ഈ 4 കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മുടെ കർത്താവിന് നമ്മളോടുള്ള ഇടപെടല് നമുക്കറിഞ്ഞൂടാ. അതൊരു മിസ്റ്റർ തന്നെയാണ്. പുരുഷൻ അപ്പയെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ഒറ്റിച്ചേരും. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഈ മർമ്മം വലിയതാകും. ഒരു വലിയ മർമ്മമാണ്. ഏലിയാവിനോട് ഇടപെടുന്ന പോലെ അല്ല എലീശയോട് ഇടപെട്ടത്. യാക്കോബിനോട് ഇടപെട്ട പോലെ അല്ല ജോസഫിനോട്. പത്രോസിനോട് ഇടപെട്ട പോലെ അല്ല പൗലോസിനോട്. പരിജ്ഞാനത്തെ കവിയുന്നൊരു ദൈവസ്നേഹം. നീളം, വീതി, ഉയരം, ആഴം നമുക്കറിഞ്ഞൂടാ. അതൊരു ആശ്വാസമാണ്. നമ്മളവൻ്റെ ബിലവഡാണെങ്കിൽ, പ്രിയപ്പെട്ടവരാണെങ്കിൽ, നമ്മളവനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നമ്മളോടുള്ള ഇടപെടൽ അത് അതിവിസ്മയമാണ്. ഒപ്പം തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. മനോഹരമാണ്. ക്രിസ്ത്യ ജീവിതം മനോഹരമാകും. ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന് ഉള്ള വചനമല്ല, എഴുതപ്പെട്ട വചനത്തിനപ്പുറത്ത് വെളിപ്പാടിലുള്ള വചനം, അരുളപ്പാടിലുള്ള വചനം. സ്നേഹിതയോട്, മണവാട്ടിയോട് മണവാളൻ സംസാരിക്കുന്നത് പോലെ ചുരുക്കമായിട്ട്, എന്നാൽ സിമ്പിളായിട്ട്, എന്നാൽ ഗൗരവമായിട്ട് ക്രിസ്തു സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, ലാസറേ പുറത്തു വരിക, ലാസറസ് കം ഔട്ട് എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുമ്പോൾ കർത്താവ് യഥാർത്ഥത്തിൽ പറഞ്ഞ ഭാഷ ഒരക്ഷരമാണെന്ന്. ബൈറ്റ് എന്നുള്ള ഏതോ ഒരു അക്ഷരത്തിൻ്റെ പകുതി അങ്ങോട്ട് പറഞ്ഞു, ബാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. ലാസർ യേശുവിൻ്റെ പ്രിയനായിരുന്നു. നമ്മളവൻ്റെ പ്രിയരാണ്. അവൻ നമ്മളോടുള്ള ഇടപെടൽ അത്ഭുതകരമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. മനോഹരമായ, അത്ഭുതകരമായ, സന്തോഷകരമായ, എന്നാൽ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവം, ആശ്വാസം, സന്തോഷം എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ.